പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും 90+ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സംഖ്യ എന്ന ടോപ്പിക്കിൻ്റെ ബാക്കി ഭാഗമാണ്. ഈ ക്ലാസ്സോടുകൂടി സംഖ്യ എന്ന ടോപ്പിക്ക് അവസാനിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അത് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണോ പ്രധാനപ്പെട്ടത് പരീക്ഷയ്ക്ക്, അത് മാത്രമേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുള്ളൂ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾ കൃത്യമായി ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് സംഖ്യകൾ എന്ന ഭാഗത്തെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യ n എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പോൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ ആരംഭിക്കുന്ന 1, 2, 3, 4 എക്സെട്ര എന്നുള്ളതാണ് എണ്ണൽ സംഖ്യകൾ. അപ്പോൾ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക, അത് ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ 30 എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ 100 എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1 മുതൽ ഉള്ള എണ്ണൽ സംഖ്യകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന ഫോർമുലയാണ് n × n+1/2. n × n+1/2 എന്നതാണ് എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഫോർമുല. n × n+1/2. ഇത് എണ്ണൽ സംഖ്യകളാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മറ്റു തരത്തിലുള്ള സംഖ്യകൾ വരുന്നുണ്ട്. എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഫോർമുലയാണ് n × n+1/2. അതായത് 1 മുതൽ ആരംഭിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ. ഒന്നാമത്തെ ചോദ്യം, ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക. ഇവിടെ n എന്ന് പറയുന്നത് 15 ആണ്. n = 15. അപ്പോൾ ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന ഫോർമുലയാണ് n × n+1/2. അതായത് 15 × 15 + 1/2. അതായത് 15 × 16/2. 2ഉം 16ഉം കൂടെ വെട്ടി 8 വരും. അപ്പോൾ 15 × 8 എന്ന് പറയുന്നത് 120 ആണ്. ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 120 ആണ്. ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 120 ആണ്. അടുത്തത്, ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക. അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് 0 എണ്ണൽ സംഖ്യകളുടെ കൂടെ 0 കൂടി ഉൾപ്പെടുമ്പോഴാണ് അതിനെ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത്. 0, 1, 2, 3 എക്സെട്ര. ഇതാണ് അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത്. 0 കൂടെ ഉള്ള എണ്ണൽ സംഖ്യയാണ് അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത്. അഖണ്ഡ സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഫോർമുലയാണ് n × n-1/2. എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നത് n × n+1/2 ആണ്. എന്നാൽ അഖണ്ഡ സംഖ്യകളുടെ തുക കാണുന്നത് n × n-1/2 ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. n × n-1/2. നമുക്ക് നോക്കാം ചോദ്യം. ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ തുക. നമ്മൾ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കഴിഞ്ഞ എക്സാമ്പിളിൽ പഠിച്ചു. ഇനി ആദ്യത്തെ അഖണ്ഡ സംഖ്യകളുടെ തുക. ആദ്യത്തെ അഖണ്ഡ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 0 മുതൽ ഉള്ള സംഖ്യകളാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 15 ആണ്. നമ്മുടെ ഫോർമുലയാണ് n × n-1/2. അപ്പോൾ ഇവിടെ n 15 × 15 - 1/2. അതായത് 15 × 14/2 വെട്ടിക്കളയാം 7. 15 × 7 എന്ന് പറയുന്നത് 105 ആണ്. 15 × 7 എന്ന് പറയുന്നത് 105 ആണ്. അപ്പോൾ ഇവിടെ 0 മുതൽ 1, 2 എക്സെട്ര 14 വരെയുള്ളതാണ് ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകൾ. 0 മുതൽ 14 വരെയുള്ളതാണ് ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകൾ. അപ്പോൾ ഈ ഫോർമുല ഓർക്കുക, n × n-1/2. ഇതാണ് അഖണ്ഡ സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഫോർമുല. അഖണ്ഡ സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഫോർമുല. അടുത്തത്, ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക. ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1, 3, 5,
7 എക്സെട്ര. ഇതാണ് ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. ഒറ്റ സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഫോർമുലയാണ് എൻ സ്ക്വയർ. ഒറ്റ സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഫോർമുലയാണ് എൻ സ്ക്വയർ. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും. ഒറ്റ സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഫോർമുലയാണ് എൻ സ്ക്വയർ. നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. ആദ്യ 12 ഒറ്റ സംഖ്യകളുടെ തുക ഡയറക്റ്റ് ആണ്. ആദ്യത്തെ 12 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എൻ സ്ക്വയർ. അതായത് എൻ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ, ദാറ്റ് ഈസ് 144. നമുക്ക് കൃത്യമായിട്ട് ഡയറക്റ്റ് തന്നെ അത് കിട്ടി. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു മേഖലയാണ് ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും. വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യേണ്ടതാണ്. നോക്കുക, 21 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. 21 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റാണ് n ഈസ് ഈക്വൽ ടു 21 എന്നെടുക്കും. തെറ്റാണ്. 21 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21. 21 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക, അതാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് നോക്കാം ഇതിൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട് എന്ന്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഒറ്റ സംഖ്യകളേ ഉള്ളൂ. 21 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്താകെ 11 ഒറ്റ സംഖ്യകളാണ് ഉള്ളത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കുക. നമ്മൾ n ഈസ് ഈക്വൽ ടു 21 പ്ലസ് 1/2. അതായത് എത്ര വരെയുള്ള സംഖ്യകളാണോ തന്നിരിക്കുന്നത് അതിനോട് 1 കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 22/2 ഈസ് ഈക്വൽ ടു 11 എന്ന് കിട്ടും. എന്നാൽ ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ n 10 ആയിരിക്കും. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ n 10 ആയിരിക്കും. എന്നാൽ 21 വരെ അല്ലെങ്കിൽ 51 വരെ അല്ലെങ്കിൽ 17 വരെ അല്ലെങ്കിൽ 30 വരെ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈ രീതിയിലുള്ള മാർഗം സ്വീകരിക്കേണ്ടത്, n കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് പ്രത്യേകം ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n ഈസ് ഈക്വൽ ടു 21 പ്ലസ് 1/2 എന്നുള്ളത്. അതായത് n പ്ലസ് 1/2. അതാണ് ഒറ്റ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല, n പ്ലസ് 1/2. ഇനി നമുക്ക് നോക്കാം. ഇവിടെ 11, n ഈസ് ഈക്വൽ ടു 11 എന്ന് കിട്ടി. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുകയാണ് n സ്ക്വയർ. n സ്ക്വയർ ഈസ് ഈക്വൽ ടു 11 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 121 എന്ന് ലഭിക്കും. നോക്കുക, ആദ്യ n ഇരട്ട സംഖ്യകളുടെ തുക. ഇരട്ട സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഫോർമുലയാണ് n ഇൻറ്റു n പ്ലസ് 1. ഇരട്ട സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഫോർമുലയാണ് n ഇൻറ്റു n പ്ലസ് 1. ഇത് മാറിപ്പോയത് ഒറ്റ സംഖ്യകളുടെയാണ് n സ്ക്വയർ. ഇരട്ട സംഖ്യകളുടെ n ഇൻറ്റു n പ്ലസ് 1. n ഇൻറ്റു n പ്ലസ് 1. ഇവിടെയും മുമ്പേ പറഞ്ഞ പോലെ തന്നെയുള്ള അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്, സൂക്ഷിക്കുക. ശ്രദ്ധിക്കുക, ആദ്യത്തെ ചോദ്യം ഡയറക്റ്റ് ആണ്. ആദ്യ 13 ഇരട്ട സംഖ്യകളുടെ തുക. 13 ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ n 13 ആണ്. അപ്പോൾ തുക എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു ദാറ്റ് ഈസ് ഈക്വൽ ടു 13 ഇൻറ്റു 13 പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 ഗുണം 14. 13 ഗുണം 14. അതെന്ന് പറയുന്നത് 182 വരും. 13 ഗുണം 14 എന്ന് പറയുന്നത് 182 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, n ഇൻറ്റു n പ്ലസ് 1/2. എന്നാൽ ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാം. 28 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. 28 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. നമ്മൾ മുമ്പ് ഒറ്റ സംഖ്യകളുടെ ഇത് പഠിച്ചു തന്നിരിക്കുന്ന സംഖ്യ പ്ലസ് 1/2 എന്ന്. എന്നാൽ ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ n കണ്ടുപിടിക്കാൻ n ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന സംഖ്യ ബൈ 2 ആണ്. 28/2. അതായത് 14 ഇരട്ട സംഖ്യയാണ് 28 വരെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? n ഇൻറ്റു n പ്ലസ് 1/2 എടുക്കും.
n ഇൻറ്റു n പ്ലസ് 1 എന്നുള്ളത് ഫോമിൽ എടുക്കുക. അതായത് 14 ഗുണം 14 പ്ലസ് 1, അതായത് 14 ഗുണം 15 വരും. 14 ഗുണം 15 210 ആയിരിക്കും അതിൻ്റെ ആൻസർ. 210 വരും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 210 ആയിരിക്കും അതിൻ്റെ ആൻസർ. പ്രത്യേകം ശ്രദ്ധിക്കുക, 28 വരെയുള്ള എണ്ണൽ സംഖ്യകളും ആദ്യത്തെ 28 എണ്ണൽ സംഖ്യകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പ്രത്യേകം മനസ്സിൽ സൂക്ഷിക്കുക. ഇനി മറ്റൊരു ഭാഗത്തിലേക്ക് കിടക്കാം. അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ. അതായത് ആ സംഖ്യയും 1 മാത്രമായിരിക്കും അതിൻ്റെ ഘടകം. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, 2 എക്സാമ്പിളാണ്. 2, 3, 5, 7, 11, 13 അങ്ങനെ അങ്ങ് പോകുന്നത്. അപ്പോൾ 2 ഘടകങ്ങൾ, ഇവിടെ 2ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 2ഉം 2ഉം 1ഉം മാത്രമാണ്. അപ്പോൾ 3ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 3ഉം 1ഉം മാത്രമാണ്. 5ൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 5ഉം 1ഉം മാത്രമാണ്. ഒരു കാര്യം നോക്കുക, 6 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകം എന്ന് പറയുന്നത് 6 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. അതുകൊണ്ട് 6 ഒരു അഭാജ്യ സംഖ്യയല്ല. ആ സംഖ്യയും 1ഉം മാത്രവും ഘടകമായി വരുന്ന സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. അതേപോലെ ഇരട്ട സംഖ്യയായ അഭാജ്യ സംഖ്യ, ഏക അഭാജ്യ സംഖ്യയാണ് 2. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. അതേപോലെ ഇരട്ട സംഖ്യയായ ഒരേ ഒരു അഭാജ്യ സംഖ്യയാണ് 2. ഈ പോയിന്റ് ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഏറ്റവും ചെറുത് 2 ആണ്. അതേപോലെ ഇരട്ട സംഖ്യയായ ഏക അഭാജ്യ സംഖ്യയും 2 തന്നെയാണ്. അത് പ്രത്യേകം മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഭാഗമാണ് പരിപൂർണ സംഖ്യകൾ എന്ന് പറയുന്നത്. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടിയായാൽ ആ സംഖ്യയെ പരിപൂർണ സംഖ്യ എന്ന് വിളിക്കും. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടിയായാൽ, സംഖ്യകളുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടിയായാൽ ആ സംഖ്യയെ പരിപൂർണ സംഖ്യ എന്ന് വിളിക്കും. അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 6 എന്ന സംഖ്യയുടെ ഘടകങ്ങളാണ് 6, 3, 2, 1 എന്നിവ. അപ്പോൾ നമുക്കെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 6 + 3 + 2 + 1 എന്ന് പറയുന്നത് 12 ആണ്. അതായത് 6 എന്ന സംഖ്യയുടെ ഇരട്ടിയാണ് അതിൻ്റെ ഘടകങ്ങളുടെ തുക. അതുകൊണ്ട് 6 ഒരു പരിപൂർണ സംഖ്യയാണ്. ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യയാണ് 6. ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യയാണ് 6. അടുത്ത പരിപൂർണ സംഖ്യ 28 ആണ്. 28 നമുക്കൊന്ന് നോക്കാം. 28ൻ്റെ ഘടകങ്ങൾ 14, 7, 4, 2, 1 എന്നിവയാണ്. 28ൻ്റെ ഘടകങ്ങൾ 14, 7, 4, 2, 1 എന്നിവയാണ്. അപ്പോൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം. 14 + 7 + 4 + 2 + 1, ഒരു ഘടകം കൂടെ എഴുതാൻ മറന്നുപോയി. 28 ഘടകമാണല്ലോ 28. അപ്പോൾ +28 കൂടെ ഉണ്ട്, +28. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 56 ലഭിക്കും. 56 ലഭിക്കും. അതായത് ഈ സംഖ്യയുടെ ഘടകങ്ങൾ ഈ 28ൻ്റെ ഇരട്ടിയാണ്. 28ൻ്റെ ഘടകങ്ങളാണ് 28, 14, 7, 4, 2, 1. അവയെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 56 ലഭിക്കും. അതായത് 28ൻ്റെ ഇരട്ടി വരും. അതുകൊണ്ട് 28 ഒരു പരിപൂർണ സംഖ്യയാണ്. പരിപൂർണ സംഖ്യ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. PSC ഒരു തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പരിപൂർണ സംഖ്യ എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടിയായാൽ ആ സംഖ്യയെ പരിപൂർണ സംഖ്യ എന്ന് നമ്മൾ വിളിക്കും. ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതിന് വേണ്ടിയുള്ളത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.